നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ആമസോൺ ആളുകളെ പിരിച്ചുവിട്ടു എന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ചർച്ചയായത്? ഇതിന്റെ പിറകിൽ AI ആണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ആമസോൺ ലേ ഓഫിനെ കുറിച്ചും കമ്പനി സിഇഒയുടെ പ്രതികരണത്തെ കുറിച്ചുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കൊമേഴ്സ് കമ്പനിയായ ആമസോൺ അടുത്തിടെ 14,000 കോർപ്പറേറ്റ് ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2022 അവസാനത്തിലും 2023 ആദ്യഘട്ടത്തിലും 27,000 പേരെ പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ പിരിച്ചുവിടലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. 2025 ഒക്ടോബറിൽ ആമസോൺ തങ്ങളുടെ കോർപ്പറേറ്റ് ജീവനക്കാരുടെ എണ്ണത്തിൽ നിന്ന് 14,000 പേരെ കുറയ്ക്കാനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയിരുന്നു. ഇത് ഏകദേശം 3,50,000 കോർപ്പറേറ്റ് ടെക്നോളജി ജീവനക്കാരുടെ ഏകദേശം 4% വരും. കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പനിയുടെ വളർച്ച വേഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഉദ്യോഗസ്ഥ തലങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള ആമസോണിന്റെ തന്ത്രപരമായ തീരുമാനമാണ് ഇതെന്ന് പറയപ്പെടുന്നു. കോർപ്പറേറ്റ് റോളുകൾക്ക് പുറമെ ഹ്യൂമൻ റിസോഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസ്, റിക്രൂട്ടിംഗ് തുടങ്ങിയ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ പിരിച്ചുവിടലുകൾ ബാധിച്ചിരിക്കുന്നത്. ഈ പിരിച്ചുവിടൽ തരംഗം കാരണം ആമസോൺ വെബ് സർവീസ്, പ്രൈം വീഡിയോ പോലുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യൂണിറ്റുകളിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ട്. AIയുടെ കടന്നുവരവാണ് 14,000 പേരുടെ ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആളുകളെ പിരിച്ചുവിട്ടത് AIയുടെ കടന്നുവരവും ചെലവ് ചുരുക്കലും അല്ലെന്ന് ആമസോൺ സിഇഒ ആൻഡി ജാസി പറഞ്ഞു. പിരിച്ചുവിടലിന്റെ പ്രധാന കാരണം സംസ്കാരമാണെന്ന് കമ്പനിയുടെ ക്വാർട്ടർലി മീറ്റിംഗിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഒരു കമ്പനി വളരെ വേഗത്തിൽ വളർന്നാൽ ബിസിനസ്സുകളുടെ വലിപ്പം, ആളുകളുടെ എണ്ണം, സ്ഥലങ്ങളുടെ എണ്ണം, നിങ്ങളുടെ ബിസിനസ്സുകൾ എല്ലാം വളർന്നാൽ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ലഭിക്കും. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ലെയറുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയോ നിങ്ങളുടെ ജോലി ദുർബലപ്പെടുകയോ ചെയ്യും. അത് നിങ്ങളുടെ ജോലി കുറയ്ക്കുന്ന നടപടികളിലേക്ക് കമ്പനികളെ നയിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആമസോൺ സംഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ പീപ്പിൾ എക്സ്പീരിയൻസ് ആൻഡ് ടെക്നോളജി സീനിയർ വൈസ് പ്രസിഡന്റ് ബെത്ത് ഗാലറ്റി 14,000 ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കമ്പനി ചില മേഖലകളിൽ വെട്ടിക്കുറയ്ക്കലുകൾ നടത്തുമെന്നും തൊഴിലാളികളെ ആവശ്യമുള്ള മേഖലകളിൽ ആളുകളെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനെറ്റ് വന്നതിന് ശേഷം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സാങ്കേതിക വിദ്യയാണ് AI. ഇത് കമ്പനികളെയും അവരുടെ ബിസിനസ്സുകളെയും വളരെ വേഗത്തിൽ ഉയർത്താൻ സഹായിക്കുന്നു. ആമസോൺ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും മാനേജ്മെന്റ് തലങ്ങൾ കുറയ്ക്കുകയും കമ്പനിയിലെ ജീവനക്കാർ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നതിലൂടെ വേഗത്തിൽ ബിസിനസ് വളർത്താൻ സാധിക്കുമെന്നും ഗാലറ്റി പറഞ്ഞു. അടുത്തിടെ നടത്തിയ പിരിച്ചുവിടൽ തൊഴിലാളികളിൽ ഏകദേശം $1.8 ബില്യൺ നാശനഷ്ടമുണ്ടാക്കിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2025 രണ്ടാം പാദത്തിലെ കണക്കനുസരിച്ച് ആമസോൺ ലോകമെമ്പാടുമായി 1.54 ദശലക്ഷം ആളുകളെ നിയമിച്ചിരുന്നു. അതിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ വെയർഹൌസിലാണ് ജോലി ചെയ്യുന്നത്. 2022 അവസാനം മുതൽ നടന്ന മുൻ പിരിച്ചുവിടലുകൾ ഇതിനകം തന്നെ 27,000 കോർപ്പറേറ്റ് ജോലികൾ ഇല്ലാതെയാക്കി. അതിനുശേഷമാണ് പുതിയ തീരുമാനം. ആമസോണിൽ ജോലി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരൻ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. അതെന്താണെന്നും കൂടെ നോക്കാം. 17 വർഷമായി ഞാൻ തുടർച്ചയായി ജോലി ചെയ്യുന്നു. ഒരിക്കലും ഇടവേള എടുത്തിട്ടില്ല. ജോലിയിൽ വേഗത കുറച്ചിട്ടില്ല. എന്റെ കുട്ടികളോടൊപ്പം കളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇരിക്കാനോ സാധിച്ചിട്ടില്ല. പിരിച്ചുവിട്ടു എന്ന ഇമെയിൽ വന്നത് വിഷമമുണ്ടാക്കി. ഞാൻ തകർന്നു, കരഞ്ഞു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി, സിറ്റുവേഷൻ മനസ്സിലാക്കി. പ്രഭാത ഭക്ഷണം പാചകം ചെയ്യാൻ എന്റെ ഭാര്യയെ സഹായിച്ചു. കുട്ടികളെ ആദ്യമായി സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അവർ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് കാണുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരുപക്ഷെ ഇതായിരിക്കാം ജീവിതം. ഞാൻ ഈ വിവരം എങ്ങനെ കുടുംബത്തോട് പറയുമെന്നോർത്ത് ആദ്യം വിഷമിച്ചിരുന്നു. പക്ഷെ എന്റെ കുടുംബം എന്റെ കൂടെ നിന്നു. സമാനമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള ഒരു സന്ദേശത്തോടെയാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടവർ ശക്തമായി തുടരുക, പുതിയ ജോലികൾ കണ്ടെത്തുക. ഇത് അവസാനമല്ല. സ്വയം കുറ്റപ്പെടുത്തരുത്, മുന്നോട്ടോടുക എന്നും അദ്ദേഹം എഴുതി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.